ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഗ്രാൻഡ് പ്രോ ബ്ലോഗ്സ്. സോ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് മാമിയുടെ തോട്ടമാണ്. സോ ഗൈസ്, ഇതാണ് മാമിയുടെ തോട്ടം. സോ ഈ തോട്ടത്തിൽ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് വഴിയെ കാണാം. സോ ഇവിടെ മാമി ചീര നടാൻ വേണ്ടി, മാമി എന്ന് ഉദ്ദേശിക്കുന്നത് എൻ്റെ അമ്മയാണ് ആദ്യം മാമി എന്നാണ് വിളിക്കുന്നത്. സോ നമുക്ക് നോക്കാം. ഇവിടെ മുഴുവൻ ചെത്തി വാരിയിട്ടേക്കുന്നത് ചീര നടാനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചീര. അപ്പോൾ ഞാൻ എപ്പോഴും എവിടെയെങ്കിലും കാണുമ്പോൾ ചീര, പക്ഷേ നമുക്ക് അറിയത്തില്ല ഇതൊക്കെ പെസ്റ്റിസൈഡ്സ് ആണ് അതിൽ യൂസ് ചെയ്തത്. സോ അതിന് വേണ്ടിയിട്ട് ചീര നടാൻ ബാക്കിയുള്ളതിൻ്റെ സൗണ്ട് ഇച്ചിരി ഇതായിരുന്നു. അപ്പം ബെയർ ആപ്പിൾ ഉണ്ട്, അത് ഇച്ചിരി കൂടെ ഇതായിട്ട് കായാവത്തുള്ളൂ, അത് അപ്പോഴേ നല്ല മധുരം കാണത്തുള്ളൂ. പിന്നെ ഗൈസ്, നമുക്ക് ഒരു റെഡ് ലേഡി പപ്പായ ഉണ്ട്. ഈ റെഡ് ലേഡി പപ്പായയുടെ ഗുണം എന്ന് പറയുമ്പോൾ റെഡ് കളേർഡ്, ഫുൾ റെഡാണ്. അതിന് നല്ല രസമാണ്, അതിന് നീളവും മധുരവും അടിപൊളിയാണ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. then ഗൈസ്, നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ചീനി കുറച്ച് നട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഗൈസ്, മുളകുണ്ട്, നല്ല മുളകൊക്കെയാണ് കേട്ടോ. പിന്നെ നമുക്കൊരു റോബസ്റ്റയുടെ കൊലയുണ്ട്, ഇച്ചിരി നാളെ കഴിയുമ്പോഴത്തേക്ക് ഇത് പഴുക്കും. ഇച്ചിരി വലുപ്പമൊക്കെ ഉള്ളതാണ്. പിന്നെ മുളക് നല്ല നീളം മുളകാണ്, പക്ഷെ വലിയ എരിവില്ലെങ്കിലും ഇച്ചിരി നീളം മുളകൊക്കെയാണ്. പിന്നെ ഇതാണ് നമ്മുടെ ഫുൾ തോട്ടം. നല്ല ഈ ഉണ്ടമുളകുണ്ട്, പിന്നെ റെഡ് ലേഡി പപ്പായ ഒരു വിത്തുണ്ട്, പിന്നെ ചെറിയൊരു ക്യാബേജ് കൃഷി, ദെൻ വഴുതനങ്ങ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അതിൻ്റെ മൂട് അത് വിളഞ്ഞ് നിൽക്കുക. പിന്നെ പ്ലാവുണ്ട്, വിയറ്റ്നാം മിർലിയാണ്, അത് പെട്ടെന്നാവുമായിരിക്കും. പിന്നെ ഗൈസ്, ഇതുണ്ട് പേരയ്ക്ക നല്ല മധുരമുള്ള പേരയ്ക്ക, പക്ഷെ ഇതിച്ചിരി നാൾ കഴിയണം ഇത് വലുതാവണമെങ്കിൽ. പിന്നെ ഇതെല്ലാം വഴുതനങ്ങയാണ്, വെണ്ടയ്ക്ക ഇതിൻ്റെ ഇടയ്ക്കെങ്ങാണ്ടുണ്ട്. പക്ഷേ നമുക്ക് വഴുതനങ്ങയുടെ കൃഷിയാണ് ഈ ഇപ്പം നല്ലതായിട്ടുള്ളത്. പിന്നെ കുറച്ച് വിളവ് നല്ലതായിട്ട് കിട്ടുന്നുണ്ട്.